എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ചപ്പാത്തിയും പരിപ്പ് കറിയുമാണ് തയ്യാറാക്കുന്നത്. പരിപ്പ് കറിക്ക് ആവശ്യമായ 1.5 ഗ്ലാസ് പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഉള്ളിയും ഒരു ബൗൾ നിറയുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം കായം, 1 സ്പൂൺ പിരിയമുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ ഉലുവപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. പരിപ്പെടുത്ത ഗ്ലാസ്സിൽ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. കുക്കറിനി അടച്ചു വെച്ച് വേവിക്കാം. 4 വിസിലിൽ വേവിച്ചെടുക്കാം. ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കാനായിട്ട് 1/2 കിലോ കുത്തുവിളക്കിൻ്റെ ആട്ടമാവാണ് ഇട്ട് കൊടുത്തത്. ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ഗ്ലാസ് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കും. 1 സ്പൂൺ വെളിച്ചെണ്ണ എല്ലാം ഒന്ന് വിരവ് ചേർത്ത ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഈ മാവ് കുറച്ചുകൂടെ ലൂസായി വരും. അരമണിക്കൂർ മാറ്റി വയ്ക്കാം. 4 വിസിലായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കാം. തണുത്തിട്ടുണ്ട്. തുറന്ന് നോക്കാം. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഒന്ന് ഉടച്ച ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് ഉപ്പ് ഓക്കെയാണ്. കുറവാണ്, ലേശം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കടുക് താളിക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. വറ്റൽമുളക്, വെളുത്തുള്ളി അരിഞ്ഞത്, വെളുത്തുള്ളി നിറം മാറി വരുമ്പോൾ പൊടിയിലിട്ട് കൊടുക്കാം. ഒന്നര സ്പൂൺ മുളക് പൊടി, പിരിയമുളക് പൊടിയല്ല, സാധാരണ മുളക് പൊടിയാണ്. 1 സ്പൂൺ മല്ലിപ്പൊടി, കായപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഉലുവപ്പൊടി. എല്ലാം കൂടെ ഒന്ന് ഇതും എണ്ണയിലൊന്ന് ഒത്തു വരുമ്പോൾ നല്ല മണമായിരിക്കും. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നല്ല മണം വരുന്നുണ്ട്. 2 തക്കാളി അരിഞ്ഞത് ഒന്ന് വഴറ്റി കൊടുക്കണം. തക്കാളി അല്പം ഒന്ന് ഉടഞ്ഞ് വരണം. പരിപ്പ് കറിയിൽ കുറച്ചുകൂടെ മല്ലിയില ഇട്ട് കൊടുക്കാം.
കുറച്ച് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല നിറഞ്ഞിട്ടുണ്ട് കുക്കർ. നല്ല ടേസ്റ്റാണ് ഈ കറി. ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണ്. ലേശം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പരിപ്പ് കറി റെഡിയായി. ചപ്പാത്തി ഓരോ ഉരുളകളാക്കി എടുക്കാം. നേരത്തെ ഇതിൽ നിന്നും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. നമുക്കിനി ഓരോന്നായി പരത്തിയെടുക്കാം. പ്ലേറ്റിലേക്ക് വയ്ക്കാം. ഒന്നുകൂടെ ഇതുപോലെ പരത്തിയെടുക്കാം. ബാക്കിയെല്ലാം ഇതുപോലെ പരത്തിയെടുക്കാം. ചപ്പാത്തിയെല്ലാം നിരത്തിയെടുത്തിട്ടുണ്ട്. കല്ല് ചൂടായിട്ടുണ്ട്. നമുക്ക് കല്ലിൽ വെച്ച് ഓരോന്നായി ചുട്ടെടുക്കാം. മറിച്ചിട്ട് കൊടുക്കാം. ചപ്പാത്തിക്ക് മാവ് കുഴച്ചപ്പോൾ ചൂട് പാലാണ് ചേർത്തത്, പറയാൻ വിട്ടുപോയി. അതുപോലെ ചെറിയ ചൂടുവെള്ളം ചേർത്ത് വേണം കുഴച്ചെടുക്കാനും. സൈഡൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നീക്കി ചുട്ടെടുക്കണം. മറിച്ചിട്ട് കൊടുക്കാം. പുറത്തൊന്ന് എണ്ണ തടവി കൊടുക്കണം. നെയ്യ് വേണമെന്നുള്ളവർക്ക് നെയ്യ് തടവി കൊടുക്കാം. ബാക്കിയെല്ലാം ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ചപ്പാത്തിയും പരിപ്പ് കറിയും റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി നല്ല സോഫ്റ്റാണിത്. ഇത് ചപ്പാത്തിക്ക് മാത്രമല്ല, പരിപ്പ് കറി കഴിക്കാൻ, ബറോട്ടയ്ക്കും ദോശയ്ക്കും ഇഡ്ഡലിക്കും എല്ലാം ചേർത്ത് കഴിക്കാൻ നല്ലൊരു കറിയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും ഇടണം.